ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ലൈഫ് ബൈ ശ്രീലക്ഷ്മി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കോഴീൻ്റെ പാർട്സ്, ഞങ്ങളുടെ ഇവിടെയൊക്കെ പാർട്സ് എന്നാണ് പറയുക. കുറേ ആൾക്കാർ നട്ടും ബോൾട്ടെന്ന് പറയും, പിന്നെന്താ കരളും മാങ്ങും, അങ്ങനെ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് പല നാട്ടിലും. അപ്പോൾ ഈ ഒരു സാധനത്തിന് ഞാനിന്ന് വെക്കാൻ പോവാണ്. അപ്പോൾ ഇന്നൊന്ന് ഒരു റോസ്റ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ. അപ്പോൾ പാർട്സ് എങ്ങനെ വെക്കണം എന്നറിയാത്തവർക്ക് ഒരു ഇതാവല്ലോ, ഒരു നല്ല റെസിപ്പി കിട്ടുമല്ലോ. അപ്പോൾ ഞാനിത് പല പ്രാവശ്യം വെച്ച് നോക്കിയിട്ടുള്ളതാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാണ്. ഞങ്ങൾ സാധാരണ ഇങ്ങനെയല്ല വെക്കാറ്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ വെക്കാറ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ പാർട്സാണ്. ഇത് ഞാൻ കോയിൻ്റെ ഹാർട്ടൊക്കെ ഞാനൊരു 2 പീസാക്കി മുറിച്ചിട്ടിട്ടുണ്ട്, ഇത്തിരിയും കൂടെ ചെറിയ പീസായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സവാള, ഒരു വലിയ സവാള, പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. ഞാൻ കാണിച്ചു തരാം എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ കുമ്പളങ്ങ ഇതിലേക്കുള്ളതല്ല കേട്ടോ, ഇതല്ലാണ്ട് പെട്ടതാണ്. ഓക്കെ, ഒരു വലിയ അറേഞ്ച്മെൻറ്റും ഞാൻ ചെയ്തിട്ടില്ല, അത്യാവശ്യം ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. അപ്പോൾ നമുക്കിത് വേഗം വെക്കേണ്ടതുകൊണ്ട് വേഗം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിനകത്തേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ല വെളിച്ചെണ്ണയാണ്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നമുക്ക് ഒരു സെമി ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ, നമുക്ക് ഒരുപാടങ്ങ് കറപ്പിച്ചെടുക്കണ്ട, ഒരു സെമി ഫ്രൈ ആക്കി എടുക്കാം. ഇതാണ് നമ്മുടെ ഈ ഒരു റോസ്റ്റിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെല്ലാവരും ഇത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവം കൂടെ ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മളിത് അങ്ങോട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലുക്ക് കണ്ടല്ലോ, ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സവാള വാട്ടാൻ വെച്ചു കേട്ടോ, അതേ ചീനച്ചട്ടിയിൽ. പിന്നെ നമ്മൾ നട്ടും ബോൾട്ടും, അതായത് ഈ പാർട്സ് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ നെയ്യൊന്നും അധികം കളയാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. പക്ഷേ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഈ എപ്പോഴും ഈ നെയ്യ് കളയാണ്ട് കഴിക്കുന്ന അത്ര വലിയ അല്ലാന്ന് തോന്നുന്നു, അത്ര ഹെൽത്തിന് അത്ര വലിയ നല്ലതല്ലാന്ന് തോന്നുന്നു. പക്ഷേ നെയ്യ് കളയാണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലും മതി, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ നെയ്യിൽ തന്നെ ഇതിങ്ങനെ നല്ല റോസ്റ്റായിട്ട് വരുമ്പോൾ. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ സവാളേൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഓക്കെ, പച്ചമുളകല്ല, വേപ്പല. പച്ചമുളക് ഞാനിതിൽ ഇട്ടിട്ടില്ല കേട്ടോ, എനിക്ക് പച്ചമുളക് ഇടണ്ടാന്ന് തോന്നി. അതിനുശേഷം അത് ഇച്ചിരി കൂടെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ തക്കാളി, ഒരു കുഞ്ഞു തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിനകത്തേക്ക് പിന്നെ നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ കുറച്ച് പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ എക്സ്ട്രാ 2 പൊടികളും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കടയിൽ നിന്ന് ഞാൻ എടുത്തതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 മസാലപ്പൊടികളാണ് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ തക്കാളി ഉടഞ്ഞിട്ടില്ല, തക്കാളി ഇട്ടതിന് ശേഷം തന്നെയാണ് ഈ പൊടികളൊക്കെ ഇട്ടത്. ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലോണം പൊടികൾ ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഈ ഒരു ചിക്കൻ മസാലപ്പൊടി, ഇത് എൻ്റെ ഒരു അളവിൽ ഞാനങ്ങ് ഊഹിച്ചങ്ങ് ഇടുവാണ്. നിങ്ങൾ അളന്ന് നോക്കിയൊക്കെ ഇടുക വെച്ചാൽ അങ്ങനെ ഇട്ടോളൂ കേട്ടോ. പിന്നെ ഗരം മസാല കിച്ചൺ ട്രഷേഴ്സിൻ്റെ, ഇത് രണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു 2 മസാലകൾ ഒരു വേറെ ഫ്ലേവറാണ് നമ്മുടെ കറിക്ക് കൊടുക്കുന്നത്, രണ്ടും കൂടി ഒരുമിച്ച് ഇടുമ്പോൾ. ഇത് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ടു. അതിന് ശേഷം ഈ ഒരു കപ്പ് വെള്ളം, അതിനുശേഷം ഈ ഒരു കപ്പ് 3/4 ഭാഗത്തോളം വെള്ളം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ഇവൾ നശിപ്പിച്ചു, അത് ഇത്ര ഭംഗിയിൽ അത് ചെയ്ത് വന്നിട്ട് ഇത് കണ്ടില്ലേ മൊത്തം നശിപ്പിച്ചു, എല്ലാം വെള്ളത്തിൽ മുക്കിയ പോലെയായി എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതാണ്, നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ കഷ്ണങ്ങളിട്ടു. ഇനി നമ്മൾ ഇത് മൊത്തം നമ്മൾ ഇത് വേവുന്ന വരെ വരട്ടിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് വരട്ടാൻ വിട്ടിട്ട് അമ്മ ഓലൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലനും പത്തിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഞ്ഞുവാവ എൻ്റെ അടുത്ത് വരികയാണ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അവൻ്റെ വായ അടയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓലനും പത്തിരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്, പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് വെന്ത് കണ്ട് അത്രയും വെള്ളം വറ്റി ഇപ്പോൾ ഇത്രയായി. ഓക്കെ, ഇതൊരു ചാറ് കറി പോലെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതിങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇതിലും ഒരു തേർഡ് സ്റ്റേജിലേക്കാണ് കൊണ്ടുവന്നത്. കണ്ടോ, ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ നമ്മുടെ കറി ഓഫാക്കി വാങ്ങിയത്. കാരണം ഈ ഒരു ഇച്ചിരി ഒരു ഗ്രേവി എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടമാണ്. ഒരുപാട് ഡ്രൈ ആയി പോകുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ മുകളിൽ കുറച്ചധികം മല്ലിയിലൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. മല്ലിയില ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള സാധനമല്ല, പക്ഷേ മല്ലിയില ഞാൻ ഇച്ചിരി അധികം ഇടുകയാണ്. നമ്മളിവിടെ എനിക്കും ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, തേങ്ങാക്കൊത്തൊക്കെ കിടക്കുന്നുണ്ടോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നേരിക്കാണ്, ഇതിലും ഡാർക്ക് കളറാണ്. ഇത് ഞാൻ അടുത്ത വീഡിയോ എടുക്കുക, അതിനകത്ത് ഇതാ കാണുന്നുണ്ട്, കണ്ടില്ലേ, ഈ കളറാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ വെളിച്ചത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ കളറ് മനസ്സിലായത്. അപ്പോൾ ഇത് സംഭവം നല്ല സെറ്റപ്പാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഒരിക്കലും ചെയ്യാൻ മറക്കരുത്. അത്ര സൂപ്പർ ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.